ഏപ്രിൽ മാസം 8-ാം തീയതി ക്രിസ്തുവർഷം 2026. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെന്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചു ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പെസഹ, തുടർന്നുള്ള അവസാന പെരുന്നാൾ, തുടർന്ന് പീഡാനുഭവ ആഴ്ചയെല്ലാം നമ്മൾ ആഘോഷിച്ച്, ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ച്, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. വാട്ട് നെക്സ്റ്റ്? അതിനുള്ള ചെറിയ ഉത്തരം ഞാൻ കാണാൻ ശ്രമിക്കുകയാണ് തിരുവചനത്തിൽ നിന്ന്. അതിനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കത് കഴിഞ്ഞ ആഴ്ചകളിൽ നൽകിയ ഓർമ്മകൾക്കായിട്ട് അവിടുത്തെ പ്രിയപുത്രൻ്റെ പീഡാനുഭവവും കുരിശുമരണവും അടക്കവും പുനരുത്ഥാനവും ഞങ്ങൾ ആഘോഷിച്ചപ്പോൾ, ഓർത്തപ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഞങ്ങൾ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നന്ദിയും സ്തുതിയും സ്തോത്രവൃത്തിക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം പീഡാനുഭവ ആഴ്ച അനുസ്മരിക്കുമ്പോൾ കഷ്ടം സഹിച്ചു മരിച്ചവനെ ഓർക്കുക.
അവനിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ സന്ദേശത്തിൻ്റെ പൊരുളും അതിൻ്റെ ടൈറ്റിൽ. നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ ഒരു ടൈറ്റിൽ ഇടാൻ പറയും, അതിന് എടുത്ത് കൊടുത്ത വാക്യം ഇതായിരുന്നു: പീഡനവാഴ്ച അനുസ്മരിക്കുമ്പോൾ കഷ്ടം സഹിച്ചവനെ മരിച്ചവനെ ഓർക്കുക, വിശ്വസിക്കുക. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. വാട്ട് നെക്സ്റ്റ്? ആ ചോദ്യം തീർച്ചയായിട്ടും അത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. വാട്ട് നെക്സ്റ്റ്? എന്ത്? ഈ പീഡാനുഭവം ഉയർന്നു വരുന്ന ആളും കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ളത്. നമ്മൾ ലോകത്തിലെ മനുഷ്യരുടെ ചിന്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ചിന്തകളെ, ഒരുപാട് ചിന്തകളുണ്ടെങ്കിൽ രണ്ട് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കണം. ഒന്ന് ജാതികളുടെ ചിന്തയാണ്. അത് സാധാരണ ഇംഗ്ലീഷിൽ അത് സിക്ലിക്കൽ എന്ന് പറയുക, സൈക്ലിക്കൽ, ഒരു സർക്കുലറാണ് അത്. അതിന് ഈ സർക്കിളിൻ്റെ ഒരു പ്രത്യേകത, ആരംഭവുമില്ല, അതിന് അവസാനവുമില്ല. അതാണ് ജാതീയമായ ചിന്ത. അതുകൊണ്ട് അതിനൊരു ആരംഭമോ അതിനൊരു അന്തിമോ ഇല്ല. എന്നാൽ ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ ചിന്ത, തിരുവചനത്തിലെ ചിന്ത, ദൈവം നമുക്ക് വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് ലീനിയറാണത്. അതിനൊരു ആരംഭമുണ്ട്, ഒരു അവസാനമുണ്ട്. ഇതിനിടയിൽ നമ്മുടെ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ജാതികൾ അന്ത്യമില്ലാത്ത വട്ടം കറക്കമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം നേരെയുള്ളൊരു വഴിയാണ്. അത് സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്കുള്ള നേരിട്ട വഴി. അതാണ് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയും എന്നെല്ലാം പറയും. വീണ്ടെടുപ്പ് പദ്ധതി, തൻ്റെ മഹത്വത്തിനായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെ ചരിത്രം, അത് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരവസരം കിട്ടി, നമ്മളത് ഉപയോഗിക്കണം. അല്ലാതെ ജാതികളെ പോലെ ഒരേ കാര്യങ്ങൾ ജീവിതം മുഴുവൻ ഇങ്ങനെ ചെയ്ത് ഒരു അന്ത്യമില്ല, ആരംഭവുമില്ല, അന്ത്യവുമില്ല. അത് തീർച്ചയായിട്ടും അത് അബദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ത് എന്ന് നമ്മൾ തിരുവനന്തപുരം പരിശോധിക്കാൻ പോവുകയാണ്. ക്രൈസ്തവ വിശ്വാസം നേർവഴിയാണ്, സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്കുള്ള നേർവഴി. പീഡാനുഭവവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ചെന്നെത്തണം. അതിനുവേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എന്തിന് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക്, താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ടു പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിലിരിക്കുകയാണ്? ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് നമുക്ക് നഷ്ടപ്പെട്ട ദൈവമായിട്ടുള്ള കൂട്ടായ്മ തിരിച്ചു തരാനാണ്. അതുകൊണ്ട് ഈ പീഡാനുഭവം നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ഈ ജാതികളെ പോലെ ഇങ്ങനെ വട്ടം കറക്കലല്ല, നേരിട്ട് നമ്മുടെ ദൈവവും ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതിലേക്ക് നാം ചെന്നെത്തണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പീഡാനുഭവത്തിൻ്റെ ബാക്കി ഭാഗം അല്പം എന്ന് പരിശോധിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. പീഡാനുഭവത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരാഴ്ച അത് അതിൻ്റെ അന്ത്യമായിരുന്നു. അത് ഒരാഴ്ച. എന്നാൽ അത് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. തന്നെ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ മനുഷ്യാവതാരം എന്നെല്ലാം പറയുന്നത്. അതിൽ ഒരുപാട് കഷ്ടങ്ങൾ ദൈവം തന്നെ സൃഷ്ടിയിൽ നിന്ന് അനുഭവിച്ച പണ്ഡിതന്മാരുടെ, റോമാക്കാരുടെ, അങ്ങനെ ജാതികളിലെ പാപികളുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പീഡാനുഭവ ആഴ്ച അതിൻ്റെ ഒരു അവസാന ഘട്ടം ആയിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ യേശുവിൻ്റെ പീഡാനുഭവം അതിനുശേഷം അതോട് ബന്ധപ്പെട്ട് ക്രൂശിൽ മരിച്ചു. ക്രൂശ് മരണം, ക്രൂശിലാണ് മരിച്ചത്. അതിനുശേഷം അവനെ അടക്കം ചെയ്തു. 3-ാം നാൾ പുനരുത്ഥാനം ചെയ്തു. അതിനുശേഷം പുനരുദ്ധാനം ചെയ്ത കർത്താവ്
40 നാളോളം തൻ്റെ ശിഷ്യന്മാർക്കും, ഈ ശിഷ്യന്മാരാണ് ഭാവിയിൽ ദൈവം അപ്പസ്തോലന്മാരെ നിയമിക്കാൻ പോകുന്നത്, സഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അപ്പസ്തോലനാണ്. ആ സ്ഥാനം ലഭിക്കേണ്ടവർക്ക് യേശു തന്നെ പ്രത്യക്ഷനാക്കി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ തെളിയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തോലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-15 വരെ വായിച്ചത്. ഇതൊരു ചരിത്ര വസ്തുതയാണ്. ഇത് സാക്ഷാൽ നടന്ന കാര്യമാണ്. കർത്താവ് വന്നു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ വിശ്വസിക്കുന്നവർക്ക് അവൻ മനസ്സ് നൽകി, സത്യമറിയാനുള്ള കഴിവ് നൽകി എന്നുള്ളത്, അവൻ സത്യദൈവവും നിത്യജീവനുമാണ് എന്നുള്ളത്, അത് ചരിത്ര വസ്തുതയും സത്യവും ആണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പുനരുദ്ധാനത്തിന് ശേഷം അവൻ 40 നാളോളം പ്രത്യക്ഷനായി അപ്പസ്തോലന്മാർ കാണുകയെ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നീ ഇരിക്കുകയാണ്, ഈ സിറ്റിംഗ് ഡൗൺ. എന്നിട്ട് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അയച്ചു. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്നു. പെന്തക്കോസ്ത് നാളിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. അത് നമ്മൾ അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചത്, പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ കാണുകെ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ആ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ നിറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യോഹന്നാൻ വെള്ളത്തിൽ സ്നാനം കഴിച്ചു, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ച് അവർ നിറഞ്ഞവരായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് ദൈവം ആഗ്രഹിച്ച് അവർ സാക്ഷികളാകണമെന്നുള്ളതാണ്. അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം, അതാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവിക സത്യങ്ങളും തിരുവചനത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരാവണം നമ്മൾ. അല്ലാതെ ഈ ജാതികളെ പോലെ ഇങ്ങനെ കറക്കുമല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ തക്കവണ്ണം നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുകയാണ്. അപ്പം അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർ നിറഞ്ഞവരായി. അപ്പസ്തോലന്മാർ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അങ്ങനെയാണ് ക്രൈസ്തവ സഭ സ്ഥാപിക്കപ്പെടുന്നത്. അംഗസംഖ്യ അവർ പറഞ്ഞ ദൈവിക സത്യങ്ങൾ സത്യമാണെന്ന് പരിശുദ്ധന്മാർക്ക് ബോധ്യം നൽകി അവരത് വിശ്വസിച്ച് കൈക്കൊണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് അവർ ശ്രമിച്ചവരല്ല. പെന്തക്കോസ്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അന്ന് ഇസ്രായേലിൽ അത് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പെരുന്നാളാണത്, ഒരു ഉത്സവമാണത്, ഫെസ്റ്റിവലാണത്. അത് അനേക ആയിരങ്ങൾ, ലക്ഷങ്ങൾ അതിൽ പങ്കെടുക്കും. കാരണം അത് നിയമമായിരുന്നു അവർക്ക്. അപ്പം ഈ 12 അപ്പസ്തോലന്മാരുടെ പ്രസംഗം, ആത്മാവിൽ നിന്ന് പ്രസംഗം കേട്ടവരെല്ലാവരും സ്നാനപ്പെട്ടില്ല. കാരണം ഇവിടെ പറഞ്ഞിട്ട് 3000 പേരെ കൈകൊണ്ടുള്ളൂ, 3000 പേരെ സ്നാനമേറ്റുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം അതിൻ്റെ പരിഭാഷയുടെ പ്രശ്നങ്ങളാണ്. POC ബൈബിളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ശ്രമിച്ചവർന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ 3000 പേരെന്ന് പറയുന്നത് തെറ്റാണ്. 3000 പേരല്ല അവർ ശ്രമിച്ചവർ. അനേകര് അത് കേട്ടിട്ടുണ്ട്. എന്നാൽ അത് കൈക്കൊണ്ടവർ, അത് ഞാൻ എൻ്റെ ഗ്രീക്ക് പരിഭാഷയൊക്കെ പരിശോധിച്ച് നോക്കി, ഗ്രീക്ക് ഭാഷ പരിശോധിച്ച് നോക്കി, അത് കൈക്കൊണ്ടവർ എന്ന് റിസീവ്ഡ് എന്നുള്ളൊരു ആശയമാണ്. റിസീവ്ഡ് ദ മെസ്സേജ്. അതുകൊണ്ട് അപ്പസ്തോലിക ഉപദേശങ്ങൾ, അത് ദൈവവചനത്തിൽ എഴുതി രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന ഈ വാക്കുകൾ നമ്മൾ കേട്ട് അത് വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പസ്തോലന്മാർ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റവരാണ്. അത് കേട്ടവരല്ല, കൈക്കൊണ്ടവരാണ് സ്നാനമേറ്റത്.
ജനലക്ഷങ്ങൾ കേട്ടിരിക്കാം, പെന്തക്കോസ്ത് ആചരിക്കാൻ ജനലക്ഷങ്ങൾ വന്നിരിക്കാം. സ്നാനമേറ്റവർ എന്ത് ചെയ്തു? അവർ സ്നാനമേറ്റു. അത് നമുക്ക് വാസ്തവത്തിൽ അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. തിരുവനന്തപുരത്തേക്ക് കടക്കാം. അതിൻ്റെ അപ്പസ്തലർ 2-ാം അധ്യായത്തിൻ്റെ 41, 42 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അപ്പസ്തലൻ പറയുന്ന 40-ാം വാക്യത്തിൽ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ശ്രവിച്ചവരല്ല. എന്നെ കേൾക്കുന്നവർ നിങ്ങൾ ശ്രവിക്കുന്നവരാണ്. ഈ ശ്രവണം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസമായി പരിണമിക്കണം. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവരത് വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അത് 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം. അതൊരു വിശ്വാസമായി ഭവിച്ചില്ല എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ അപ്പസ്തോലിക ഉപദേശങ്ങൾ, അവരുടെ സാക്ഷ്യം നമ്മൾ കേട്ട് അത് വിശ്വസിച്ച് അതിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അടക്കത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ഇന്ന് പിതാവിൻ്റെ അടുത്ത് ഇരിക്കുന്നതിന് ഗുണം, അത് മാത്രമല്ല പരിശുദ്ധമായ വായിച്ചതിന് ഗുണം, ഫലം നമുക്ക് ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആഫ്റ്റർ ദി പാഷൻ വീക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അങ്ങനെയാണ് സഭ ഉണ്ടാകുന്നത്. 3000 പേര്, 3000. Not all who heard, but those who received. നമുക്കറിയാം യോഹന്നാന്റെ ലേഖനം സുവിശേഷം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവർക്ക് ദൈവമക്കളായി തീരുവാൻ, those who received him God gave them the authority to become children of God, അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് to receive him by faith, അവരുടെ ഉപദേശം സത്യമാണ് എന്നുള്ളത് കൊണ്ട് അത് പരിശുദ്ധാത്മാവിന് ബോധ്യം നൽകുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത്, കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അവരെന്ത് ചെയ്തു? അതിൻ്റെ 42-ാം വാക്യം, അവർ ഈ 3000 പേര് അപ്പസ്തോലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടവർ അവരെന്ത് ചെയ്തു? അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഒരു 3 കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു അപ്പസ്തോലിക ഉപദേശങ്ങൾ കേട്ടു. അപ്പസ്തോലന്മാർ പഠിച്ച ഉപദേശങ്ങൾ. അത് എന്തൊക്കെ ഉപദേശങ്ങളെന്ന് ഈ ഭാഗത്ത് എഴുതിയിട്ടില്ല. എന്നാലത് നമ്മൾ പിന്നീടുള്ള വെളിപ്പാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു. ദൈവമാര്, ക്രിസ്തുവാര്, ക്രിസ്തു നമ്മുടെ പാവങ്ങൾ എന്തുകൊണ്ട് മരിക്കേണ്ടി വന്നു എന്നുള്ള ഉപദേശങ്ങൾ. അതാണ് അപ്പസ്തോലിക ഉപദേശങ്ങൾ. നമ്മൾ അത് വിശ്വസിക്കേണ്ടവരാണ്. അത് നമ്മൾ ഇനിയും നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതം ഇത് പഠിക്കുക എന്നുള്ളതിനാണ്. പത്രോസിൻ്റെ ലേഖനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അതിൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അല്ലേ? ടു ഗ്രോ, നമ്മളത് നമ്മുടെ അറിവിലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വർധന നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സാക്ഷാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ, ആ ദൈവമായിട്ടുള്ള ആ ഒരു സംസർഗം, ആ കൂട്ടായ്മ, ആ ബന്ധം, അതിലുള്ള പ്രാർത്ഥനാ ജീവിതം ഒക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ 3 കാര്യങ്ങൾ ചെന്നു. അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. രണ്ടാമതായിട്ട് അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും. ഇതിനാണ് നമ്മൾ യൂക്രിസ്റ്റ് എന്ന് പറയുന്നത്. യൂക്രിസ്റ്റ് നമ്മൾ മിക്കവാറും സഭകളിൽ എല്ലാ ആഴ്ചയും ചെയ്യുന്നു. ചില സഭകളിൽ മാസത്തിലൊരിക്കൽ ചെയ്യുന്നു, ചിലർ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അപ്പം നുറുക്കി ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മ, തമ്മിലുള്ള കൂട്ടായ്മ ആചരിക്കുക. അതാണ് അപ്പം നുറുക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് അവർ ചെയ്തു. അപ്പോൾ അപ്പം നുറുക്കുന്നതും കൂട്ടായ്മയും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് അവർ ചെയ്തത്, അവർ പ്രാർത്ഥിച്ചു പോകുന്നു. ദൈവമായിട്ടുള്ള നേരിട്ടുള്ള കൂട്ടായ്മ, ബന്ധം, അവനോട് സംസാരിക്കാനുള്ള, അവനോട് ചോദിക്കാനുള്ള, അവനോട് അപേക്ഷിക്കാനുള്ള ആ ഒരു വലിയ അനുഗ്രഹം, അതാണ് പീഡാനുഭവത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കേണ്ടത്.
അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പം അങ്ങനെ അവർ അപ്പസ്തലന്മാർ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനമേറ്റു. അവർ അപ്പസ്തലന്മാരുടെ പ്രബോധനം കേട്ടു, ഉപദേശം കേട്ടു. കൂട്ടായ്മയും അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. സദാ അതായിരുന്നു അവരുമായിട്ട്. ഇന്ന് അപ്പസ്തലന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പസ്തലന്മാർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്, പരിശുദ്ധാത്മാവായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണ് അതുകൊണ്ടാണ് കർത്താവായ നമ്മുടെ അപ്പസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഞങ്ങൾ തൊട്ടും കണ്ടും ആയ ജീവന്റെ വചനം അവൻ പ്രത്യക്ഷനായി. ഞങ്ങൾ അവനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവനായിട്ട് ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവമായിട്ട് കൂട്ടായ്മ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പസ്തലൻ പറയുന്നത് ഞങ്ങളുമായിട്ട് കൂട്ടായ്മ വേണം. അതുകൊണ്ട് അപ്പസ്തലന്മാരെ മാറ്റി നിർത്തി, അപ്പസ്തലന്മാരുടെ ഉപദേശങ്ങൾ മാറ്റി നിർത്തി, അവരുടെ കൽപ്പനകൾ മാറ്റി നിർത്തി നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ അസാധ്യമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് എടുത്ത് ഈ പീഡാനുഭവവും എല്ലാം അത് ജാതികളെ പോലെ തുടരുക അല്ല ചെയ്യേണ്ടത്. അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ആഴ്ച അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാൻ കൂടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്നത്, പുനരുദ്ധാനം ചെയ്ത കർത്താവ് 40 നാളോളം പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവർക്ക് പ്രത്യക്ഷനായി. അവർ എന്ന് പറയുമ്പോൾ അപ്പസ്തലന്മാരാണ്. വേറെ പലർക്കും ആയിട്ടുണ്ട്. ചില സമയത്ത് 500 പേർക്ക്. മഗ്ദലേന മറിയമാണ് ആദ്യം കാണുന്നത്. അങ്ങനെ 40 ദിവസത്തോളം ഞാൻ ജീവിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിച്ചത്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അതാണ് പീഡാനുഭവം എന്ന് പറയുന്നത്. He suffered and died for our sins of the world. അവൻ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം 40 days. അപ്പം ഇനി സാധാരണ നമ്മുടെ കലണ്ടർ അനുസരിച്ച് പുനരുദ്ധാനം കഴിഞ്ഞാൽ 40 ദിവസം സ്വർഗ്ഗാരോഹണം അല്ലയോ? അത് കഴിഞ്ഞിരുന്നു. അത് പിന്നെ പറയാറില്ല. ഇരിക്കിനെ സംബന്ധിച്ച് അവർ പറയാറില്ല. ഇനി പിന്നെയും വർഷം തുടങ്ങുകയാണ് ഈ സൈക്കിൾ. അതും ജാതീയമായി എന്ന് പറയുന്നത്. ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു സർക്കിളിൻ്റെ ഒരു പ്രത്യേകത, ആരംഭമില്ല, അവസാനമില്ല. കീപ്പ് ഓൺ ഗോയിങ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ജാതീയമാണ്, ദൈവികമല്ല, ക്രിസ്തീയമല്ല. ക്രിസ്തീയ വിശ്വാസം സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്കുള്ള ഗമനമാണ്, നടപ്പാണ്, ഓട്ടമാണ്. അങ്ങനെ കഷ്ടം അനുഭവിച്ച് 40 നാൾ അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസ് 24-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുനരുദ്ധാനം കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരോട് സാക്ഷികളാകണമെന്നും കർത്താവ് തന്നെയാണ് അവരെ ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ പുനരുദ്ധാനത്തിന് ശേഷം അവൻ 40 നാളോളം പ്രത്യക്ഷനായി. അപ്പസ്തലന്മാരാണ് പുനരുദ്ധാനത്തിന് പ്രാഥമികമായ സാക്ഷികൾ. അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നമ്മൾ ആരുടെ സാക്ഷ്യം വിശ്വസിക്കും? ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവം നിയോഗിച്ച അപ്പസ്തലന്മാരുടെ സാക്ഷ്യം, അത് കണ്ടവരുടെ സാക്ഷ്യം. അതുകൊണ്ട് അപ്പസ്തലന്മാരുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യമാണ് അത് പ്രാഥമികമായിട്ടുള്ള സാക്ഷ്യം. കാരണം ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു, അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം കാര്യത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെ സമയങ്ങളെ നിങ്ങൾക്കുള്ളതല്ല. ദൈവരാജ്യത്തെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോഴാണ് ഇസ്രായേലിന് ദൈവരാജ്യം കൊടുക്കാൻ പോകുന്നത്, അവർക്ക് രാജ്യം കൊടുക്കാൻ പോകുന്നത്. അത് സഭയ്ക്കല്ല. അത് നമുക്കറിയാനുള്ളതല്ല. അത് പിതാവിൻ്റെ സന്ദേശത്തിലിരിക്കുന്നതാണ്. ആ സമയത്ത് നടന്നോളും. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച്, അപ്പസ്തലന്മാരെ സംബന്ധിച്ച് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. എൻ്റെ സാക്ഷികൾ. ആരുടെ സാക്ഷികൾ? പുനരുദ്ധാനിച്ച കർത്താവിൻ്റെ സാക്ഷികൾ. അവൻ്റെ ജീവിതത്തിനും അവൻ്റെ മരണത്തിനും അടക്കത്തിനും പുനരുദ്ധാനത്തിനും സ്വർഗ്ഗാരോഹണത്തിനും എല്ലാം സാക്ഷികൾ. നമ്മൾ ആ സാക്ഷ്യമാണ് വിശ്വസിക്കേണ്ടത്. ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം, വൈ ഷുഡ് ഐ ബിലീവ് യു? വൈ ഷുഡ് ഐ ബിലീവ് എനിബഡി ഫോർ ദാറ്റ് മാറ്റർ? എന്തുകൊണ്ട് ആരെയും വിശ്വസിക്കണം? അവർ ദിക്സാക്ഷികളല്ല, അവരാരും ഏൽപ്പിച്ചതുമല്ല. അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ എന്ന് പറയുന്നതാണ്. നമ്മൾ മനുഷ്യരെ പിൻപറ്റണമോ ദൈവത്തെ പിൻപറ്റണമോ?
തീർച്ചയായിട്ടും ദൈവം പറഞ്ഞതും ദൈവം അപ്പസ്തലന്മാരിലെ ഏൽപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പിൻപറ്റേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. അപ്പം അങ്ങനെ അപ്പസ്തലന്മാരാണ് പുനരുദ്ധാനത്തിന് പ്രാഥമിക സാക്ഷികൾ. അതുകൊണ്ട് ഈ അപ്പസ്തലന്മാരുടെ സാക്ഷ്യം നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പസ്തലനായ പൗലോസിന്റെ സാക്ഷ്യം നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ കാണാം. അവിടെ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണത്. കാരണം നമ്മുടെ സുവിശേഷം എന്താണെന്നുള്ളതിൻ്റെ നിർവചനം, നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ നിർവചനം, പുനരുദ്ധാനം സംഭവിക്കും, നമുക്ക് എങ്ങനെ പുതിയ ശരീരം കിട്ടും, കറപ്റ്റും അതുകൊണ്ട് അഴിഞ്ഞു പോകുന്ന ശരീരമുള്ളവർ, അഴിഞ്ഞു പോകാത്ത ശരീരമുള്ളവരായി മോർട്ടാലിറ്റി എന്നുള്ള ഒരുപാട് ദൈവിക സത്യങ്ങൾ അടങ്ങുന്ന നമ്മുടെ പ്രത്യാശാ വിഷയങ്ങൾ അടങ്ങുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. എൻ്റെ സഹോദരന്മാരെ, ഒരു പൗലോസ് അപ്പസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വെറുതാവല്ലെന്ന്. വിശ്വസിച്ചു എന്നുള്ളതാണ്. വിശ്വസിച്ചു വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ ഓർപ്പിക്കുക എന്നുള്ളതാണ് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ദൈവിക സത്യങ്ങൾ, അപ്പസ്തോലിക ഉപദേശങ്ങൾ വീണ്ടും ഓർപ്പിക്കുക എന്നുള്ളത്, അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ജാതികളെ പോലെ ഇങ്ങനെ ഒരേ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയല്ല. അതിൻ്റെ 3-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 15-ാം വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ പന്തലുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങളെ ആദ്യമായിട്ട് ഏൽപ്പിച്ചു വന്നുവല്ലോ. ഇവിടെ ആദ്യം കേഫാവിന്, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. കർത്താവായ യേശുക്രിസ്തു കണ്ടവനാണ്, പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ കണ്ടവനാണ് പൗലോസ്. അവനാണ്, ഈ കർത്താവാണ് പൗലോസ് അപ്പസ്തോലനെ നിയമിച്ചത്. ജാതികളുടെ അപ്പസ്തോലനെ നിയമിച്ചത് അവനാണ്. അതുകൊണ്ട് അവൻ്റെ ഉപദേശങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ജാതികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് 13 അധ്യായങ്ങൾ എഴുതിയ, കത്തുകൾ എഴുതിയ, ലേഖനങ്ങൾ എഴുതിയ, പുസ്തകങ്ങൾ എഴുതിയ അപ്പസ്തോലന്റെ ഉപദേശങ്ങൾ അത് എത്രയോ മർമ്മപ്രധാനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അപ്പസ്തോലനായ പൗലോസിൻ്റെ നമ്മൾ സാക്ഷ്യം നോക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് അപ്പസ്തോലനും കർത്താവ് പ്രത്യക്ഷനായി. അതിനുശേഷം നമ്മൾ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ സുവിശേഷങ്ങൾ യഥാർത്ഥ ചരിത്ര വസ്തുതയാണ്. ആദ്യമായിട്ട് മഗ്ദലേന മറിയം കർത്താവിനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 11-11 ഈ സ്ത്രീകളാണ് ആദ്യം, മഗ്ദലേന മറിയവും വേറെ സ്ത്രീകളും കൂടി ആദ്യമായിട്ട് ചെല്ലുന്നത്. അവിടെ വാസ്തവത്തിൽ 2 പ്രത്യക്ഷതയുണ്ട്. ഒന്ന് മഗ്ദലേന മറിയത്തിനും പിന്നെ അവരുടെ കൂടെ പോയ സ്ത്രീകൾ എന്ന് പറയുന്ന വുമൺ, അവർക്കും പ്രത്യക്ഷനായി കർത്താവ്. അതിനുശേഷം കാവൽഭടന്മാർ, മത്തായിയുടെ സുവിശേഷം നമ്മൾ 28-ാം അധ്യായം വായിക്കുമ്പോൾ കാവൽഭടന്മാർ, അവർ ചെന്ന് അവരെ കാവൽഭടന്മാരാക്കി അവിടെ നിയമിച്ച അവർ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അവരോട് പോയി പറഞ്ഞു എന്താ സംഭവിച്ചെന്നുള്ളത്. സംഭവിച്ച കാര്യമാണത്. അവൻ്റെ ശരീരം കാണാനില്ല. എന്ത് സംഭവിച്ചു? അവൻ പുനരുദ്ധാനം ചെയ്തു. അങ്ങനെ കാവൽഭടന്മാർ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാനത്തിന് സാക്ഷികളായിരുന്നു. അവരുടെ പുരോഹിതന്മാരോട് അവരെ ഏൽപ്പിച്ച അവരോട് ചെന്ന്
പറയും. അവർ പിന്നെ കള്ളത്തിലായി കട്ടുകൊണ്ടുപോയി കാശ് കൊടുക്കുന്നുണ്ട്, കട്ടുകൊണ്ടുപോയി എന്ന് പറയാൻ പറയും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം എഴുതുമ്പോൾ ഇത് എഴുതുന്ന ആ സമയത്ത് പോലും യഹൂദന്മാരുടെ ഇടയിൽ അത് കട്ടുകൊണ്ടുപോയതാണെന്നുള്ളൊരു പ്രമാണമാണ് ഇന്നും അതാണ് വിശ്വസിക്കുന്നവർ. കാരണം അവർക്ക് ഭാഗികമായിട്ട് അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊരു അന്ധത ദൈവം നൽകിയിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ജാതികളുടെ നന്മയ്ക്കായിട്ട്, നമ്മുടെ ഒരു വീണ്ടെടുപ്പിനായിട്ട്, നമ്മുടെ രക്ഷയ്ക്കായിട്ട്. അങ്ങനെ നാലാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ എമ്മൗസിലേക്കുള്ള യാത്രയിൽ 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോവുകയാണ്. കാരണം കർത്താവ് മരിച്ചു, ഇനി എന്ത് സംഭവിക്കും? ഈ പുരോഹിതന്മാരുടെ പീഡനം, റോമ പടയാളികളുടെ പീഡനത്തെ പേടിച്ച് അവർ എമ്മൗസിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവ് യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. അത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 32 വാക്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ 6 മുതൽ 31 വാക്യങ്ങൾ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യൂദാസ്കറിയോത്ത് മരിച്ചു, അവൻ തൂങ്ങി മരിച്ചു. ബാക്കി 11 പേർക്ക് പുനരുദ്ധാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷനായി. യോഹന്നാന്റെ 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 ശിഷ്യന്മാർക്ക് 7. അതിനുശേഷം ഗലീലയിൽ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. മത്തായിയുടെ 28-ാം അധ്യായം ഗലീലയിൽ പ്രത്യക്ഷനായി. യെരുശലേമിൽ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി. അത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 44 മുതൽ 49 വരെ. അപ്പം അങ്ങനെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് അപ്പസ്തോലിക സാക്ഷ്യവും അതിൻ്റെ എഴുത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ, തിരുവചനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരവും നമ്മൾ പരിശോധിക്കുമ്പോൾ 12 പ്രാവശ്യമെങ്കിലും വിവിധ തലങ്ങളിലായിട്ട് 40 ദിവസം കർത്താവ് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അത് അവർക്ക് ബോധ്യപ്പെട്ടു കൊടുത്തു. അത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. തുടർന്ന് 40-ാം ദിവസം കർത്താവ് ശിഷ്യന്മാർ കാണുകയും 12 പേര് കാണുകയും, മത്താവൂസ് ഒന്നുണ്ട്, പൗലോസിന് ശേഷമാണ് വരുന്നത്, അവർ 12 പേര് കാണുകയും സ്വർഗത്തിൽ. അതിൻ്റെ കാര്യമാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്ത് പോകുമ്പോൾ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു, അവർ പറയുകയാണ് നിങ്ങൾ പോയ പോലെ അവൻ തിരിച്ചു വരും എന്നുള്ളത്. അപ്പം അങ്ങനെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണം വെച്ചാൽ 24-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള 53 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായം 24-ാം അധ്യായം അതിന് 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പുനരുദ്ധാനം ചെയ്ത കർത്താവ്. അപ്പോൾ പുനരുദ്ധാനം ചെയ്ത് നമ്മളതിന് പിന്നിലുള്ള ചരിത്രം മുഴുവൻ അതിനോട് ഉൾപ്പെട്ടിരിക്കുകയാണ്. അവൻ ജനിച്ചു, ശുശ്രൂഷിച്ചു, പീഡകൾ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. ഈ സ്വർഗാരോഹണത്തിന് മുമ്പ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവരോട് പറയുകയാണ് അതിൻ്റെ 50-ാം വാക്യത്തിൽ, അനന്തരം ഈ ഉയർത്തുന്ന അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. ആരെയാണ് അവരെന്ന് പറയുമ്പോൾ ഈ 12 ശിഷ്യന്മാർ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹിക്കപ്പെട്ട അപ്പസ്തോലന്മാരോടുള്ള കൂട്ടായ്മ, അവരുടെ ഉപദേശങ്ങളോടുള്ള കൂട്ടായ്മ, അത് തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹത്തിന് വേണ്ടിയാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ച് അതിൽ ജീവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ജാതികളെ പോലെ ഇങ്ങനെ ഉള്ള ഒരു സർക്കുലർ ലൈഫ് അല്ല. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഇതാണ് നാം ചെയ്യേണ്ടത്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു, ബ്ലെസ്ഡ് ഈസ് ദ ഗോഡ് ഹു ഹാസ് കോൾഡ് us into the fellowship of his son and to see his father.
ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം അനുഗ്രഹിക്കപ്പെടും. അതാണ് പീഡാനുഭവത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കേണ്ടത്, നമ്മൾ ആചരിക്കേണ്ടത്. ആയതിനാൽ പീഡാനുഭവവും പുനരുത്ഥാനവും നാം ഓർമ്മ പുതുക്കേണ്ടത് ആവശ്യമാണ്. ഒരു യാതൊരു തെറ്റുമില്ല, ഓർക്കുകയും അത് പുതുക്കുകയും ചെയ്യുന്ന നല്ല കാര്യമാണ്. പീഡാനുഭവത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഫലങ്ങൾ അനുഭവിക്കുന്നവരാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജാതികളെ പോലെ അന്ത്യമില്ലാത്ത വട്ടം കറങ്ങലല്ല ക്രൈസ്തവ നേർവഴി തിരഞ്ഞെടുക്കുക. അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് സ്നാനമേറ്റ് അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും നാം തുടരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മഹാസന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവങ്ങളുടെ കൂട്ടായ്മയിൽ ജീവിക്കുന്നവരും ആകണം. അതാണ് ദൈവം പീഡാനുഭവ കാഴ്ച കൊണ്ടും പുനരുദ്ധാനം കൊണ്ടും അതിൻ്റെ ആ ഓർമ്മകളിലൂടെ നമ്മളെ ഇന്ന് ദൈവം നമ്മളിത് ആഗ്രഹിക്കുന്നത്, തിരുവചനം പ്രഖ്യാപിക്കുന്നതും അത് തന്നെയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേട്ടതിന് നന്ദി. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, തൻ്റെ പുത്രന് ചെയ്ത വലിയ ചരിത്ര സാഹസികതയ്ക്കായിട്ട് നന്ദി പറയുന്നു. അവൻ്റെ പീഡാനുഭവവും അടക്കവും പുനരുത്ഥാനവും അവൻ 40 നാളോളം തൻ്റെ ശിഷ്യന്മാർക്ക് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും അവരുടെ ഉപദേശങ്ങളിൽ വിശ്വസിച്ച് അവിടുത്തെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തിലേക്ക് കടക്കുവാൻ, അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.